ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് UPI പിന്ന് ഇൻകറക്റ്റ് എന്ന പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആർക്കെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊതുവേ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാതെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ അതൊക്കെ ഒന്നുകിൽ നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു ഗൂഗിൾ പേയുടെ പിന്ന് മാറ്റി പുതിയൊരു പിൻ നമ്പർ ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്തിടുക. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതുവഴി നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങൾക്ക് സെറ്റപ്പ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ എത്ര ബാങ്ക് അക്കൗണ്ടാണ് അവിടെ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഷോ ആകുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പം ഈ ഒരു ഗൂഗിൾ പേയിൽ ഒരു അക്കൗണ്ട് മാത്രമാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ സ്ക്രീൻ അക്കൗണ്ടിൽ കാണിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് സ്ക്രീൻ അക്കൗണ്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ മൊത്തത്തിൽ ബ്ലാക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ മൊബൈൽ ക്യാമറ വെച്ച്. അപ്പോൾ നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ബാങ്ക് ഇവിടെ ഷോ ആകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഏത് ബാങ്കാണോ ആ ഒരു ബാങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 2-3 അക്കൗണ്ട് നിങ്ങൾ ഇതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൈമറി അക്കൗണ്ട് ഏതാണോ അതിലാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എൻ്റെ പ്രൈമറി ആകെ ഒന്നായത് കൊണ്ട് തന്നെ അതാണ് പ്രൈമറി അക്കൗണ്ട് വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴത്തായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്ഡ് UPI IDs എന്ന് കാണാൻ സാധിക്കും. അതിന് താഴത്തായിട്ട് നമുക്ക് 3 UPI ID കാണാൻ സാധിക്കും. ഇതെന്തുകൊണ്ടാണ് ഇത് കാണുന്നത് ഇങ്ങനെ പല ആളുകളും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. സെക്കൻഡ് ഓപ്ഷനാണ് മാനേജ് UPI നമ്പേഴ്സ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ UPI ID നമ്മുടെ മൊബൈൽ നമ്പർ ആക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ്. അപ്പോൾ ആ ഒരു വീഡിയോയും നമ്മൾ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അതിന് താഴത്തായിട്ട് നിങ്ങൾക്ക് ഫോർഗെറ്റ് UPI പിൻ എന്നൊരു ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ATM കാർഡിൻ്റെ അവസാനത്തെ 6 ഡിജിറ്റ് നമ്പറാണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം താഴത്തായിട്ട് നിങ്ങളുടെ അതിനുള്ള വാലിഡിറ്റി, ഓക്കെ, ഈ ഒരു ഭാഗത്തായിട്ട് വാലിഡിറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാലിഡിറ്റിയും എൻ്റർ ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങൾ മാസം എത്ര വർഷം അത് വാലിഡിറ്റി ഉണ്ടോ ആ ATM കാർഡ് അത് നിങ്ങളിവിടെ താഴത്തായിട്ട് എൻ്റർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു ബ്ലൂ ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ ഷോ ആവുന്നതായിരിക്കും. ആ ഒരു ബ്ലൂ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ഗ്യാതറിംഗ് ഇൻഫർമേഷൻ ഫ്രം UPI എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. അത് ബാങ്കിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു OTP നമ്പർ നിങ്ങളുടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് താഴത്ത് കാണുന്ന ബ്ലൂ ടിക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ഒരു 6 ഡിജിറ്റ് UPIയുടെ പിൻ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ മൊബൈലിൽ 4 ഡിജിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മൊബൈലിൽ ഓരോ ഡിവൈസ് അനുസരിച്ചായിരിക്കും അത് ഉണ്ടാകുക. അതുപോലെ തന്നെ ചിലപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അനുസരിച്ചായിരിക്കും. ഇത് കാനറ ബാങ്ക് ആയതുകൊണ്ട് തന്നെ 6 ഡിജിറ്റ് UPI പിന്നാണ് എൻ്റർ ചെയ്യാൻ പറയുന്നത്. ചില ബാങ്കിൽ 4 ഡിജിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഏതാണോ നിങ്ങളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ 4 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ 4 ഡിജിറ്റ് എൻ്റർ ചെയ്യാം. ഇനി അല്ല 6 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 6 ഡിജിറ്റ് UPI പിന്നെ നിങ്ങളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ UPI പിൻ എൻ്റർ ചെയ്ത ശേഷം താഴെ കാണുന്ന ബ്ലൂ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എൻ്റർ ചെയ്ത അതേ UPI പിൻ തന്നെ അത് കൺഫേം ചെയ്ത് കൊടുക്കേണ്ട ഒരു ഓപ്ഷനാണ് സെക്കൻഡിൽ. അതിനുശേഷം നിങ്ങൾ കൺഫേം ചെയ്തതിനു ശേഷം അത് ഫസ്റ്റ് നിങ്ങൾ എൻ്റർ ചെയ്ത അതേ UPI പിന്നെയാണ് സെക്കൻഡും എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം താഴെ കാണുന്ന ബ്ലൂ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റീസെറ്റിംഗ് UPI പിൻ എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ UPI പിൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് UPI പിന്ന് ചേഞ്ച് ചെയ്യാനും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റീടേക്ക് ചെയ്ത് പുതിയൊരു UPI പിന്ന് സെറ്റ് ചെയ്തെടുക്കാനും പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. അതുവഴി നമുക്ക് മെസ്സേജ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.